പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ 2025-26 അധ്യയന വർഷത്തെ ഓറേലിയ 26 കോളേജ് ഡേ വർണ്ണാഭമായി ആഘോഷിച്ചു. കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ കെ ബാലഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ 2025-26 അധ്യയന വർഷത്തെ ഒറേലിയ 26 കോളേജ് ഡേ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ കെ ബാലഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ ജോലിക്ക് വേണ്ടി പ്രാപ്തരാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കാലമാണ്. മുമ്പ് ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ നമ്മളൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ കോളേജ് വിദ്യാഭ്യാസം, അത് ഇന്നത്തെ കാലത്താണെങ്കിൽ സർക്കാർ ജോലിക്കപ്പുറം വിവിധ ചില തൊഴിൽ മേഖലകളുള്ള ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അക്കാദമികൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിവിധ ജോലികളിലേക്ക് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കോഴ്സുകളുണ്ട്. മുമ്പൊക്കെ വെറുതെ ഒരു കോളേജ് വിദ്യാഭ്യാസവും അത് കഴിഞ്ഞാൽ TPC, എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മെഡിസിൻ, ഇത് മാത്രമാണ് പ്രൊഫഷണൽ കോഴ്സുള്ളത്. ലസാറോ അക്കാദമി പ്രിൻസിപ്പാൾ രവിചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പുല്ലാങ്കുഴൽ വാദകൻ ജോൺസൺ പുഞ്ചക്കാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനാത്മക സന്ദേശം നൽകി. ലസാറോ ഫാഷൻ അക്കാദമി ഡയറക്ടർ രമ്യ ജോസഫ്, ലസാറോ അക്കാദമി CEO ദേവകി R മേനോൻ, വൈസ് പ്രിൻസിപ്പാൾ നൈന P, വിവിധ വകുപ്പ് മേധാവികളായ അഫേസ് T, അഫീദ KT, പ്രോഗ്രാം കോർഡിനേറ്റർ സ്വാതി കൃഷ്ണ, ഫാഷൻ അക്കാദമി കോർഡിനേറ്റർ റുക്സാന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി KV നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിൽ ഹെക്സ ലീഡ് മാനേജ്മെന്റ് ഫെസ്റ്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ലസാറോ അക്കാദമിയുടെ പുതിയ ഔദ്യോഗിക വെബ്സൈറ്റിന്റെയും മൊബൈൽ ആപ്പിന്റെയും ഔദ്യോഗിക ലോഞ്ച് മുഖ്യാതിഥികളും വിശിഷ്ടാതിഥികളും ചേർന്ന് നിർവഹിച്ചു. അക്കാദമിയുടെ ഡിജിറ്റൽ മുന്നേറ്റത്തിലെ സുപ്രധാന ചുവടുവയ്പായ ഈ സംരംഭം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ സൗകര്യപ്രദമായ അക്കാദമിക് സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ വിവിധ അക്കാദമിക് സഹപാഠ്യ സാംസ്കാരിക പരിപാടികൾ വിജയകരമായി ഏകോപിപ്പിച്ച അധ്യാപക കോർഡിനേറ്റർമാരെ ചടങ്ങിൽ ആദരിക്കുകയും അവരുടെ സേവനങ്ങൾക്ക് സ്നേഹോപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ സംഗീത നൃത്താവിഷ്കാരങ്ങൾ അരങ്ങേറി. തുടർന്ന് DJ 18 മ്യൂസിക് നൈറ്റും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.